നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യും. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്തിൽ 4ാമത്തെ ചാപ്റ്റർ 8ാമത്തെ ഖണ്ഡമാണ് ഇനി വായിക്കാൻ പോകുന്നത്. മദുഷ്ടേ പാദം വക്തോനി സഹ ശോഭതേ അഭിപ്രസ്ഥാപയാം ചകാര താ യാത്രാഭിസായം ബഭൂവസ്തത്രാഗ്നി ഉപസമാധായ ഗാ ഉപരുദ്ധ്യ സമിധമാധായ പശ്ചാദഗ്നേഃ പ്രാങ്ങുപോപവിവേശ. ഒരു കുളക്കോഴി, ഡൈവർ ബേർഡ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. താമരക്കോഴി എന്നും കുളക്കോഴി എന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് ആകാശത്തേക്ക് ഉയരാനും വെള്ളത്തിലേക്ക് താണിറങ്ങാനും പറ്റുന്ന ഒരു ജീവി എന്നുള്ള അർത്ഥത്തില് പക്ഷി. ഒരു കാൽ ഭാഗത്തെ പറ്റി പറയുന്നു. കുളക്കോഴിയാണ്, ഈ താമരക്കോഴിയാണ് പറയുന്നത്, ഡൈവർ ബേർഡ്. പിറ്റേ ദിവസം അവൻ പശുക്കളെ മുമ്പോട്ട് നയിച്ചു. വൈകുന്നേരം അവൻ വന്നപ്പോൾ അഗ്നി കത്തിച്ചു, പശുക്കളെ കെട്ടിയിട്ടു, അഗ്നി ജ്വലിപ്പിച്ചു. അഗ്നിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഇരുന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് ഇരുന്നു. 2ാമത്തെ ശ്ലോകം. തം മദ് ഗുരുപനി പനിപത്യാഭുവാദ സത്യകാമ ഉ ഇതി ഭഗവ ഇതി തം പ്രതിശുശ്രാവ. ഒരു താമരക്കോഴി, അവന്റെ ഡൈവർ ബേർഡ് എന്നർത്ഥം, അടുത്ത് പറന്നു വന്ന് എന്നിട്ട് പറഞ്ഞു, സത്യകാമ ഗുരു. അവൻ പറഞ്ഞു, ബ്രഹ്മണ സൗമ്യതേ പാദം ബ്രവാണിതി ബ്രവീതു മേ ഭഗവാനിതി തസ്മൈ ഹോവാച പ്രാണ കലാ ചക്ഷു കലാ ശ്രോത്രം കലാ മന കലൈഷ വൈ സൗമ്യ ചതുഷ്കാല പാദോ ബ്രഹ്മണ ആയതനമാവാന്നാമ. ബ്രഹ്മത്തിന്റെ കാൽഭാഗത്തെ പറ്റി ഞാൻ പറഞ്ഞു തരൂ. അവനോട് പക്ഷി പറഞ്ഞു, 16ൽ 1 ശ്വാസമാണ്, 16ൽ 1 കണ്ണാണ്, 16ൽ 1 കാതാണ്, 16ൽ 1 മനസ്സാണ്. ഇതാണ് ബ്രഹ്മത്തിന്റെ കാൽഭാഗം. 16ൽ 4 ഉൾപ്പെടുന്നു, സഹായം നൽകുന്നു എന്നുള്ള രൂപത്തിൽ. സ യ ഏതമേവം വിദ്വാംസ് ചതുഷ്കലം പാദം ബ്രഹ്മണ ആയതവാനിത്യുപാസ്ത ആയതനവാൻ അസിം ലോകേ ഭവത്യായത
നവന്തോ ഹ ലോകോൻ ജയതി യ ഏതമേവം വിദ്വാംശ്ചതുഷ്കലം പാദം ബ്രഹ്മണ ആയതനവാനിത്യുപാസ്തേ. അങ്ങനെ അറിയുന്നവൻ ബ്രഹ്മന്റെ കാൽഭാഗം ഉപാസിക്കുന്നു. 16-ൽ 4 ഉൾക്കൊള്ളുന്ന സഹായം ഉള്ളവൻ എന്ന രൂപത്തിൽ അവന് ഈ ലോകത്തിൽ പിന്തുണ ലഭിക്കുന്നു. ഇങ്ങനെ ബ്രഹ്മന്റെ കാൽഭാഗം 16-ൽ 4 ഉൾക്കൊള്ളുന്നവൻ ഈ തരത്തിൽ എത്തിച്ചേരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സത്യകാമന്റെ സ്പിരിച്വൽ പ്രോഗ്രസ് ആണ് ഇവിടെ കാണുന്നത്. സത്യകാമൻ നിർത്തുന്നില്ല, ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. പശുക്കളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. പശുക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, ഗോക്കൾ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു, സത്യസന്ധമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അത് മെറ്റീരിയൽ ആയിട്ടുള്ള പ്രോഗ്രസ് നേടി 1000 പശുക്കളെ കൊണ്ട് തിരിച്ചു വന്നു എന്ന് പറയുന്നു. പക്ഷെ അതിന്റെ കൂടെ തന്നെ സ്പിരിച്വൽ പ്രോഗ്രസും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മെറ്റീരിയൽ ആയിട്ട് തരത്തിൽ ട്രൂത്ത്ഫുൾ ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ, സിൻസിയറായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അത് തന്നെ മതി സ്പിരിച്വൽ പ്രോഗ്രസ്. അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ലോകം തന്നെ ഒരു വിദ്യാലയമായിട്ട് പ്രത്യക്ഷപ്പെടും. നമുക്കെല്ലാം ഗുരുക്കന്മാരായിട്ട് മാറും. അപ്പൊ നമ്മൾ കണ്ടു എങ്ങനെയാണ് ഇതിനു മുമ്പ് ഹംസം വന്നത്. ഹംസം വിവേകബോധത്തിന്റെ ലക്ഷണമാണ്. ഇപ്പൊ ഇവിടെ താമരക്കോഴി, ഡൈവർ ബേർഡ്. അപ്പൊ ഈ ഡൈവർ ബേർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഡൈവർ ബേർഡ് ആകാശത്തിൽ പറക്കുന്നു, താഴേക്ക് വെള്ളത്തിൽ കൂളിയിട്ടിട്ട് പോയിട്ട് മത്സ്യത്തെ തിന്നും. അപ്പൊ 2 ഡയമെൻഷൻ ട്രാവൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ സത്യകാമൻ ആ ലെവലിലേക്ക് എത്തിത്തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. സഹജമാർഗ ഫിലോസഫിയിൽ നമ്മൾ സ്പിരിച്വൽ യാത്ര നടത്തുമ്പോൾ മെറ്റീരിയൽ ലെവലിൽ നമുക്ക് അതേപോലെ തന്നെ ആ ബാലൻസ് നിലനിർത്തണം. അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രോഗ്രസ് മീനിങ് ഇല്ല എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നുണ്ട്. സ്പിരിച്വലായിട്ട് നേടിയിട്ടുള്ള ഡയമെൻഷൻസിൽ അത് മെറ്റീരിയൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ നമ്മൾ എത്രത്തോളം ഉയരുന്നു അത്രത്തോളം നമ്മൾ താഴേക്ക് ഇറങ്ങാൻ സാധിക്കണം. നമ്മൾ സ്പിരിച്വലായിട്ട് എലിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് റെസ്പ്ലൻഡന്റ് ആവണം. നമ്മുടെ അജ്ഞത മുഴുവൻ മാറിയിട്ട് നോളജായി മാറിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മളെ താഴേക്ക് വലിക്കുന്ന ടെൻഡൻസീസ് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടെൻഡൻസീസ് ആയിട്ട് മാറും. ഇതുവരെ നമ്മൾ താഴേക്ക് പുള്ളിയുന്ന ആഗ്രഹങ്ങൾ നമ്മൾ ഉയർത്തുന്ന ക്രേവിംഗ് ആയിട്ട് മാറുന്നു. ഒന്നും മോശമല്ലാതായിട്ട് മാറുന്നു. പേരായാലും പ്രശസ്തിയായാലും സമ്പത്തായാലും ഇതൊന്നും അറ്റാച്ച്മെന്റ് അല്ല, ഇതൊക്കെ നമ്മൾ ഉയർത്തുന്ന ശക്തികളായിട്ട് മാറുന്നു. അപ്പൊ അതാണ് ഒരു മനുഷ്യന്റെ ലക്ഷണം, ശരിക്കുള്ള മനുഷ്യൻ ലക്ഷണം. വൈരാഗ്യം എന്നുള്ള തലത്ത് ഉപരതി എന്നുള്ള തലത്തേക്ക് മാറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ലോകവും ആ ലോകവും രണ്ടും അബ്സല്യൂട്ടിന്റെ 2 ഭാഗങ്ങൾ മാത്രമാണ്. ഇതിന്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, പരാപ്രകൃതിയും അപരാപ്രകൃതിയും. ആരുടെ പ്രകൃതിയും 2 പ്രകൃതികളാണ് എൻ്റെ. ഞാൻ ക്ഷേത്രജ്ഞൻ. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഞാനാണ് ക്ഷേത്രജ്ഞൻ. എൻ്റെ മുകളിൽ മനസ്സും അതിൻ്റെ സൂപ്പർ കോൺഷ്യസ് മണ്ഡലവും, എൻ്റെ താഴെ ഞാൻ, എൻ്റെ ശരീരം, എന്നെ നടത്തുന്ന ഇന്ദ്രിയങ്ങളും ലോകവും. ഇവിടെ നിന്നും ലഭിക്കുന്ന ഒബ്സർവേഷൻസ്, സെൻസറി ഒബ്സർവേഷൻസ് ഉള്ളിലുള്ള ചേഞ്ചസിലേക്ക്, മനസ്സിന്റെയും ബുദ്ധിയുടെയും എല്ലാം ചേഞ്ചസിലേക്ക് ലീഡ് ചെയ്യണം. അതുപോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഇങ്ങോട്ടും കൊണ്ടുവരണം. അങ്ങനെയാണ് തുല്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത് വിട്ടിട്ട് ഇങ്ങോട്ടും പറ്റില്ല, ഇത് വിട്ടിട്ട് ഇങ്ങോട്ടും പറ്റില്ല. 2 ചിറകും വേണം എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇത് മനസ്സിലാക്കുന്നവൻ ക്രമേണ ഉയരുന്നു. നമ്മൾ നേരത്തെ 16 എന്നുള്ള ഒരു നമ്പർ ഇവിടെ പറയുന്നുണ്ട്. സഹജമാർഗത്തിന് 16 എന്ന നമ്പർ ഉണ്ട്. 13 ചക്രാസ്, പിന്നെ 3 ലോവർ ചക്രാസ്. അപ്പൊ ഓരോ ഘട്ടവും കടന്നു പോകുമ്പോൾ നമ്മൾ അതിന്റെ പൂർണ്ണ ജ്ഞാനം ഉൾക്കൊണ്ട് സിംഗുലാരിറ്റിയിൽ എത്തിയിട്ട് വേണം യാത്ര ചെയ്യാൻ. എപ്പോഴും കിഴക്കോട്ട് നോക്കിയിരിക്കണം, ഒരിക്കലും താഴേക്ക് നോക്കരുത്. അതും ഇവിടെ പറയുന്നുണ്ട്, കിഴക്കോട്ട് നോക്കിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞിരിക്കണം എന്നാണ്. എപ്പോഴും ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം ജീവിക്കാനായിട്ട്. അപ്പൊ അവിടെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന പേഴ്സണാലിറ്റീസ് നമ്മുടെ ഉള്ളിലുള്ള മാറ്റങ്ങൾക്ക് അനുസൃതമായിരിക്കും. അപ്പോൾ സാധാരണ ഒരു പക്ഷി ടീച്ചറായിട്ട് മാറും. സംസാരിച്ചു എന്നല്ല, അത് മനസ്സിലാക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തിനെ കാണുമ്പോൾ നമ്മൾ അതിന് തിരിച്ചറിയുന്നു, ഇത് പഠിച്ചു. നമ്മുടെ ലൈഫ് വളരെ ജോയ്ഫുൾ ആയിരിക്കും. എന്ത് കാണുമ്പോൾ, എന്തൊരു അനുഭവം ഉണ്ടാകുമ്പോഴും അതൊന്നൊരു തിരിച്ചറിവ് ഉണ്ടാവണം. ആ അനുഭവം നമുക്ക് യൂസ്ഫുൾ ആയി. ഉറുമ്പിനെ കണ്ടു, ഉറുമ്പിൽ നിന്നൊന്ന് ഉൾക്കൊണ്ടു, നമുക്ക് ഉറുമ്പിനോടുള്ള ആ സ്നേഹങ്ങൾ വർദ്ധിക്കും. പാമ്പായാലും എലിയായാലും എന്ത് സാധനമായാലും അതിന്റെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഓ ഇങ്ങനെയാണല്ലോ
നമ്മൾ ജീവിക്കേണ്ടിയിരുന്നത്. അങ്ങനെയാണ് ആ എക്സിസ്റ്റൻസിന്റെ പൂർണ്ണത എനിക്ക് മനസ്സിലാവും. ആ എക്സിസ്റ്റൻസിനെ ഉയർത്തുന്നു. നമ്മുടെ ദേവീദേവന്മാരുടെ വാഹനങ്ങളെ പറ്റിയിട്ട് നമ്മുടെ മാസ്റ്റേഴ്സ് പറയണ്ട, ആ എക്സിസ്റ്റൻസിനെ ഉയർത്തുന്ന തരത്തിലായി മാറണം എന്നാണ് കാണിക്കുന്നത്. അപ്പൊ തൊടുന്നതിനെല്ലാം ഡിവൈൻ ആക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിട്ട് മാറുകയാണ്. മനുഷ്യന് മാത്രമേ അത് സാധിക്കൂ. മനുഷ്യൻ സ്പർശിക്കുന്നതും മനുഷ്യൻ നോക്കുന്നതും കേൾക്കുന്നതും എല്ലാം ഡിവൈനായിട്ട് മാറും. കേൾക്കുന്നതും ഇന്ദ്രിയം കൊണ്ട് അനുഭവിക്കുന്നതും ഏത് തരത്തിലായിരിക്കാം, പക്ഷെ അതെല്ലാം ഉള്ളിൽ ട്രാൻസ്മ്യൂട്ടേറ്റ് ചെയ്ത് ഡിവൈനായിട്ട് മാറുന്നു. അപ്പൊ ലോകത്തിലേക്ക് നൽകുമ്പോൾ ആ ബ്യൂട്ടിയാണ് അവിടെ നൽകുന്നത്. എന്ത് കിട്ടുമ്പോഴും തിരിച്ചു നൽകുമ്പോൾ അത് പ്രസാദമായിട്ട് നൽകുന്നു. ഇത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും ഡിസ്പറാജ് ചെയ്യാതെ ജീവിക്കാൻ, ഒന്നിനും വെറുക്കാതെ ജീവിക്കാൻ സാധിക്കും. എല്ലാം ദിവ്യമാണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഒരേ സമയത്ത് തന്നെ നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ അതേ മറ്റേ താഴെ മുകളിലും ഇല്ല, ശരിക്കും പ്രസന്റ് മാത്രമുള്ള തിരിച്ചറിവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പൊ ഈ യാത്രയില് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള ഒരു തിരിച്ചറിവിലാണ് ശരിക്കും ചാന്തോക്യ ഉപനിഷത്ത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.